എൻ്റെ എത്രയും പ്രിയപ്പെട്ട അമ്മമാർക്കും സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് ചൊവ്വാഴ്ചയാണ്. മലയാളിയുടെ പുണ്യമായ പുതുവർഷത്തിലെ ആദ്യത്തെ അതീവ പുണ്യമേറിയ ചിങ്ങഷഷ്ടി ദിവസമാണിന്ന്. നമുക്കറിയാം, സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചൊവ്വാഴ്ച ദിവസം തന്നെ ഈ ചിങ്ങഷഷ്ടി തിഥി ഒന്നിച്ചു വരുന്നത് കോടി പുണ്യം നൽകുന്ന ഒന്നാണ്. അതിൻ്റെ ഒരുപാട് സന്തോഷത്തിലാണ് സുബ്രഹ്മണ്യ ഭക്തരായ നമ്മളെല്ലാവരും തന്നെ. ഇന്ന് വ്രതം നോൽക്കുന്ന, ഭഗവാനെ മനമുരുകി പ്രാർത്ഥിക്കുന്ന അമ്മമാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാ അമ്മമാരും ഇന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടാവും. എങ്കിലും ചില അമ്മമാര് പറയാറുണ്ട്, അല്ലെങ്കിൽ ചോദിക്കാറുണ്ട്, മോളെ ദൂരെ കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഇന്ന് ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചിട്ടില്ല. പൂർണ്ണമായ അനുഗ്രഹം ഭഗവാന്റെ ഇതുകൊണ്ട് ലഭിക്കാതെ പോകുമോ, എന്തെങ്കിലും ദോഷമുണ്ടാവുമോ എന്നൊക്കെ ധാരാളം അമ്മമാര് എല്ലായ്പ്പോഴും ഇങ്ങനെ സംശയം ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള അമ്മമാരോടാണ് കേട്ടോ ഞാൻ പറയുന്നത്, ഇത് ഓർത്ത് ഒട്ടും വിഷമിക്കേണ്ടതായിട്ടില്ല. ഇന്ന് ഷഷ്ടി ദിവസം നമ്മൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് സ്വന്തം മക്കൾക്കായി ജപിക്കേണ്ട അതീവ ശക്തമായ ഒരു മന്ത്രത്തെക്കുറിച്ചും ഭഗവാന്റെ ശക്തിയായ വേലിനെ മുൻനിർത്തി ചെയ്യേണ്ട ഒരു രഹസ്യ പ്രാർത്ഥനയെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് ഒരൊറ്റവട്ടം അമ്മമാർ മക്കൾക്കായി ഇത് ചെയ്താൽ വരും വർഷത്തിൽ അവരുടെ ജീവിതത്തിലുള്ള സകല തടസ്സങ്ങളും ആ വേൽ കൊണ്ട് മുരുകൻ മാറ്റി തരുന്നതാണ്. അതെന്താണെന്ന് ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് മനസ്സിലാക്കി വരാം. അമ്മമാർ ഈ വീഡിയോയുടെ ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടൊന്ന് കാണണം കേട്ടോ. ഒരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുകയാണ്. ഞാൻ അമ്മമാരെ എന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോസ് ധാരാളം കാണുന്നത് അമ്മമാരാണ്. വ്രതങ്ങൾ ഒരുപാട് നോൽക്കുന്നതും അമ്മമാരാണല്ലേ വീടുകളിൽ. അപ്പോൾ ചിലർ സംശയം ചോദിക്കാറുണ്ട്, കുട്ടി ഇത് അച്ഛന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റില്ലെന്ന്. തീർച്ചയായിട്ടും ഈ ഷഷ്ടിവ്രതങ്ങളൊക്കെ പ്രായഭേദമന്യേ ആർക്കും എടുക്കാവുന്ന ഒരു കാര്യമാണ്. കൂടുതലും നമ്മുടെ പ്രേക്ഷകർ അമ്മമാരായതുകൊണ്ടാണ് ഞാൻ അവരോടിങ്ങനെ സംസാരിക്കുന്നത് പോലെ പറയുന്നത് കേട്ടോ. എന്നും പറഞ്ഞിട്ട് ആർക്കും ഇത് എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അവർക്കൊരു ജോലി ആകുന്നില്ലെങ്കിലോ, പഠനത്തിൽ വലിയ തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ വിവാഹം നീണ്ടുപോവുകയാണെങ്കിലോ, അതിനെല്ലാം കാരണം ജ്യോതിഷ പ്രകാരമുള്ള ചൊവ്വാദോഷമോ അല്ലെങ്കിൽ രാഹു കേതു ദോഷങ്ങളോ ഒക്കെ ആവാം. സുബ്രഹ്മണ്യ സ്വാമിയുടെ കയ്യിലുള്ള ആ ഒരു പുണ്യവേൽ എന്ന് പറയുന്നത് വെറും ഒരു ആയുധമല്ല. അത് സാക്ഷാൽ പാർവതി ദേവി തന്റെ മകന് സകല തിന്മകളെയും ദോഷങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടി നൽകിയ ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. ഇന്നീ ഷഷ്ടി ദിവസം ആ വേലിനെ മനസ്സാ വന്നിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിലുള്ള സകല ശത്രുദോഷങ്ങളും കണ്ണേറു ദോഷങ്ങളും പടിയിറങ്ങിപ്പോകും എന്നാണ് വിശ്വാസം. ഇന്ന് വ്രതം നോൽക്കുന്ന അമ്മമാരെല്ലാവരും തന്നെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തിയ ശേഷം ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ കൈകൂപ്പി ഒന്ന് നിൽക്കുക. ഭഗവാന്റെ കയ്യിലെ വേലിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മക്കളുടെ പേര് ഓരോന്നായി ചൊല്ലി ഭഗവാനോട് പറയുക, എന്റെ സുബ്രഹ്മണ്യ സ്വാമി, അല്ലെങ്കിൽ എന്റെ മുരുക, എന്റെ മക്കളുടെ മുന്നിലുള്ള എല്ലാ കരിനിഴലുകളും തടസ്സങ്ങളും നിന്റെ ആ ദിവ്യമായ വേൽ കൊണ്ട് നീ തന്നെ തകർത്ത് കളയണമേ. അവർക്ക് കാവലായിട്ട് നീ എന്നും കൂടെ ഉണ്ടാവണമേ എന്ന് 3 വട്ടം ഹൃദയമുരുകി അമ്മ ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. ഇന്ന് ഷഷ്ടി ദിവസം വീട്ടിലിരുന്ന് ജപിക്കാന് എല്ലാവർക്കും പരിചിതമായ ശരവണഭവ നാമത്തിന് പുറമെ മുരുകന്റെ മറ്റൊരു പുണ്യ മന്ത്രം കൂടി നമുക്ക് ജപിക്കാം. ഇത് സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രമായി അറിയപ്പെടുന്ന മന്ത്രമാണ്. മക്കളുടെ ബുദ്ധിക്കും നല്ല ചിന്തകൾക്കും പഠനത്തിലും ജീവിതത്തിലും ശരിയായ വഴിയിലൂടെ മുന്നേറാനും വേണ്ടി മക്കളെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്രം ഭക്തിയോടെ അമ്മയ്ക്ക് ജപിക്കാവുന്നതാണ്. മന്ത്രം ഇതാണമ്മേ: ഓം തൽപുരുഷായ വിദ്മഹേ മഹാസേനായ ധീമഹി ധന്നോ സ്കന്ദ പ്രചോദയാത്. ഈ മന്ത്രത്തിന്റെ വേറെ വേർഷൻസും ഒക്കെ ഉണ്ട് കേട്ടോ. മന്ത്രം പൂർണ്ണമായി ചൊല്ലാൻ പ്രയാസമുള്ള അമ്മമാരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. വളരെ ലളിതമായിട്ട് ഓം നമോ ഭഗവതേ സുബ്രഹ്മണ്യായ എന്ന നാമവും ഭക്തിയോടുകൂടി ജപിക്കാവുന്നതാണ്. മക്കളുടെ പേര് മനസ്സിൽ ചൊല്ലിക്കൊണ്ട് കഴിയുന്നവർ 108 തവണ ഈ മന്ത്രം ഒന്ന് ജപിക്കുക കേട്ടോ. 108 തവണ സാധിക്കാത്തവർക്ക് നിങ്ങൾക്ക് കഴിയുന്നത്ര തവണ ഭക്തിയോടെ ജപിച്ചാലും മതിയാവും. ഭഗവാൻ നമ്മളുടെ മനസ്സും ഭക്തിയും ഒക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ്. ആ മന്ത്രത്തിന്റെ എണ്ണം ഒന്നും നോക്കി ഭഗവാൻ ഇരിക്കുന്നില്ല കേട്ടോ. ആ ഒരു എണ്ണത്തേക്കാൾ പ്രാർത്ഥനയിലെ മനസ്സാണ് പ്രധാനമെന്ന് ഓർക്കണം എല്ലാവരും. ഓരോ ജപത്തിലും നമ്മുടെ മക്കളുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് മുരുക അവർക്ക് നല്ല ബുദ്ധിയും ധൈര്യവും നൽകി ശരിയായ വഴിയിൽ നയിക്കണമേ, നിന്റെ വേലിന്റെ കാവൽ അവർക്ക് ഉണ്ടാവണമേ എന്ന് ഹൃദയത്തിൽ മനസ്സ് നിറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. അവസാനം ഭക്തിയോടുകൂടി വേൽമുരുക എന്നും എൻ്റെ മക്കൾക്ക് കാവലായിട്ട് കൂടെ ഉണ്ടാവണേ എന്നും കൂടി അമ്മ ഒന്ന് വിളിച്ച ആ ഒരു പ്രാർത്ഥന പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ദീപാരാധനാ സമയത്ത്
നമ്മൾ വിളക്ക് കൊളുത്തിയ ശേഷം മക്കളെയും ഒപ്പം ഇരുത്തി ഒരമ്മ ഈ നാമം ജപിക്കുമ്പോൾ ആ വീടിന് ചുറ്റും, മക്കൾക്ക് ചുറ്റും ഭഗവാന്റെ അതിശക്തമായ ഒരു അനുഗ്രഹവും സാന്നിധ്യവും നിറയുന്നത് നമ്മൾക്ക് തന്നെ അനുഭവവേദ്യമാകും. മുരുകൻ ഭക്തർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ നാമജപം ഇന്നൊരൊറ്റ വട്ടം നമ്മുടെ വീടുകളിൽ ഉയർന്നാൽ വരും വർഷത്തിൽ ഒരു തരത്തിലുള്ള ദോഷങ്ങളും നമ്മുടെ മക്കളെ ബാധിക്കില്ല എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്ന് വൈകുന്നേരത്തെ ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ ശേഷം സുബ്രഹ്മണ്യ സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന ശുദ്ധമായ ഭസ്മമുണ്ടല്ലോ, വിഭൂതി ഉണ്ടാവുമല്ലോ നമ്മുടെ വീടുകളിലൊക്കെ, അതൊന്ന് കയ്യിലെടുക്കുക. എന്നിട്ട് വേൽമുരുക വേൽമുരുക എന്ന് ജപിച്ചുകൊണ്ട് ആ ഭസ്മം നിങ്ങളുടെ മക്കളുടെ നെറ്റിയിൽ ഒന്ന് തൊട്ടുകൊടുക്കുക കേട്ടോ. ഈ ദൂരദേശങ്ങളിൽ താമസിക്കുന്ന മക്കളാണെങ്കിൽ അവരുടെ പേര് വിചാരിച്ച് ആ ഒരു ഭസ്മം പൂജാമുറിയിൽ ഭദ്രമായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അവരിനി വരുമ്പോൾ അമ്മയ്ക്കത് തൊട്ടുകൊടുക്കാവുന്നതാണ് കേട്ടോ. ഷഷ്ടി ദിവസത്തെ ഭഗവാന്റെ ഈ പുണ്യവിഭൂതി മക്കളുടെ ശരീരത്തിൽ ചാർത്തുമ്പോൾ അവരുടെ ശരീരത്തിലുള്ള സകല രോഗപീഠകളും നെഗറ്റീവ് ഊർജങ്ങളും മാറി വലിയൊരു രക്ഷാ കവചം തന്നെ ഭഗവാൻ തീർക്കുന്നതാണ്. അതിനുശേഷം ഭഗവാന് സമർപ്പിച്ച പഴമോ പായസമോ കഴിച്ച് അമ്മമാർക്ക് ഇന്നത്തെ ഷഷ്ടി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെല്ലാവരും തന്നെ ഇന്ന് ചിങ്ങമാസത്തിലെ ആദ്യത്തെ ഈ പുണ്യഷഷ്ടി ദിവസം ഒരൊറ്റ അമ്മയും വിട്ടുപോകരുത് എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിച്ചില്ലെങ്കിലും വീട്ടിലിരുന്നു കൊണ്ട് ലളിതമായ നാമജപവും വേൽ പ്രാർത്ഥനയും ഭക്തിയോടുകൂടി ചെയ്യുക കേട്ടോ. ഈ പുതിയ വർഷം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വിജയങ്ങളും കൊണ്ടുവരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരായ മറ്റ് അമ്മമാരിലേക്കും കൂടി ഷെയർ ചെയ്തെത്തിക്കാൻ മറക്കരുത് കേട്ടോ. അവർക്കും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീഡിയോ കണ്ട ശേഷം എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഭക്തിയോടുകൂടി ഓം ശരവണഭവായ നമ എന്നോ ഭഗവാന്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തിരുനാമമോ ഭക്തിയോടുകൂടി ഒന്ന് കുറിക്കണേ കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ചിങ്ങഷഷ്ടി ആശംസകൾ. പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.